അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 5ാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആൻ 7ാമത്തെ പാഠം, 1ാം ഭാഗത്തിലെ 7ാമത്തെ പാഠം സിഫാത്തുൽ ഹുറൂഫ് 2. ചില സിഫത്തുകളെക്കുറിച്ച് നമ്മൾ മുമ്പത്തെ പാഠത്തിൽ പറഞ്ഞു. ഇനി കുറച്ച് ചില സിഫത്തുകളെക്കുറിച്ച് നമ്മൾ പറയാൻ പോവുകയാണ്. സിഫാത്തുൽ ഹുറൂഫിൽ പ്രധാനപ്പെട്ട ഖൽഖലത്ത്, ഇത്ബാഖ്, ഇസ്തിഅലാഇ എന്നിവയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ ഖൽഖലത്ത്, ഇത്ബാഖ്, ഇസ്തിഅലാഇ ഇങ്ങനെ ഓരോന്നിനെക്കുറിച്ചും കൃത്യമായിട്ട് നമുക്ക് പഠിക്കാം. ഒന്നാമത്തേത് ഇസ്തിഅലാ. ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഖാ, സ്വാദ്, ലോദ്, ഗൈന്, ത്വാ, ഖാഫ്, ലാ. ഈ അക്ഷരങ്ങളാണ് ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങൾ. ഖുസ്സ, ലഗ്തിൻ, ഖിൽ എന്നെയും കൂട്ടി പറയും ആ അക്ഷരങ്ങൾ. എന്താ അതിൻ്റെ പ്രത്യേകത? ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മുരട് അണ്ണാക്കിലേക്ക് ഉയർത്തി വായ നിറയെ ശബ്ദമുണ്ടാക്കും വിധം തഫ്ഖീം ആയി ഉച്ചരിക്കണം. ഇങ്ങനെ ഇസ്തിഅലാഇൻ്റെ ഈ 6 അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മുരട് ഭാഗം അണ്ണാക്കിലേക്ക് ഉയർത്തി വായ നിറയെ ശബ്ദമുണ്ടാക്കും വിധം തഫ്ഖീം ആയി ഉച്ചരിക്കണം. തഫ്ഖീമായി ഉച്ചരിക്കുക എന്നാൽ കനപ്പിച്ചുച്ചരിക്കുക. അപ്പോൾ ഉദാഹരണത്തിന് അക്ഷരങ്ങൾ നോക്കുകയാണെങ്കിൽ ഖ, സ, ല ഇങ്ങനെ ഒരു മുഴക്കത്തോടു കൂടെയുള്ള ശബ്ദം വരും. തഫ്ഖീമായിട്ട് ഉച്ചരിക്കും. വായ നിറയെ ശബ്ദമുണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക? ഒന്ന് കനപ്പിച്ചുച്ചരിക്കുക എന്നുള്ളതാണ് തഫ്ഖീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തടിപ്പിച്ചുച്ചരിക്കുക, അതാണ് തഫ്ഖീം. ആ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഖുസ്സ, ലഗ്തിൻ, ഖിൽ എന്നതിലെ 7 ഹർഫുകളാണ് ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങൾ. അപ്പോൾ ആ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മുരട് അണ്ണാക്കിലേക്ക് ഉയർത്തി വായ നിറയെ ശബ്ദമുണ്ടാകും വിധം തഫ്ഖീം ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? ആ അക്ഷരം ഇസ്തിഅലാഇൻ്റെ ഖ ആണെങ്കിലും സ്വാദ് ആണെങ്കിലും ലോദ്, ഗൈന്, ത്വാ, ഖാഫ്, ലാ ഈ അക്ഷരങ്ങളെ ഉച്ചരിക്കേണ്ടത് ആ രൂപത്തിലാണ്. ഇനി അടുത്തത് ഇസ്തിഫാലാണ്. ഇസ്തിഫാല് എന്താ? ഇസ്തിഫാൽ എന്നാൽ ഇസ്തിഅലാഇൻ്റെ ഹർഫുകൾ ഒഴികെയുള്ള 22 എണ്ണം ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ്. ഇവ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മുരട് അണ്ണാക്കിലേക്ക് ഉയരാതെ തെർക്കീക്കായാണ് ഉച്ചരിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ തെർക്കീക്കായി ഉച്ചരിക്കുക എന്ന് പറഞ്ഞാൽ നേർപ്പിച്ച് ഉച്ചരിക്കുക. അണ്ണാക്കിലേക്ക് നാവിൻ്റെ മുരട് അണ്ണാക്കിലേക്ക് ഉയരാതെ തെർക്കീക്കായാണ് ഉച്ചരിക്കുന്നത്. നേർപ്പിച്ച് ഉച്ചരിക്കുക എന്നുള്ളത്. ഏതൊക്കെയാണ് ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങൾ? സാ, ബാ, താ, ഐന്, സായ്, മീം ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് നേർപ്പിച്ചാണ് ഉച്ചരിക്കേണ്ടത്. നേരത്തെ പറഞ്ഞത് നമ്മൾ തഫ്ഖീം ചെയ്ത് തടിപ്പിച്ച് ഉച്ചരിക്കണം അക്ഷരങ്ങൾ. ഖ, സ്വ വായ നിറയെ ശബ്ദമുണ്ടാക്കും വിധം സ്വ, ലോ ആ രൂപത്തിൽ പറയണം. ഈ അക്ഷരങ്ങളാകുമ്പോൾ നേർപ്പിച്ച് സ, ബ, ത, അ, സ അങ്ങനെ മ, ന, യ, ജ അങ്ങനെ ഓരോ അറക്കത്തൊക്കെ കൊടുക്കുന്ന സമയത്ത് ആ രൂപത്തിൽ എന്ത് ചെയ്യുക? നേർപ്പിച്ചിട്ടാണ് ഉച്ചരിക്കേണ്ടത്. ഉദാഹരണത്തിൽ ഇതിൽ റാ കൊടുത്തിട്ടുണ്ട്. റാ എന്നുള്ള അക്ഷരത്തെ തഫ്ഖീമാക്കിയിട്ടും തർക്കീക്കാക്കിയിട്ടും ഉച്ചരിക്കുന്ന ഒരു അക്ഷരമാണ് റാ എന്ന് പറയുന്ന അക്ഷരം. അപ്പോൾ 2 രൂപത്തിലും ഉച്ചരിക്കുന്നത് കൊണ്ട് ഇവിടെ ഇസ്തിഫാൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നേർപ്പിച്ച് ഉച്ചരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ റാഇന് കെസ്റാകുന്ന സമയത്ത് കുറേ സന്ദർഭങ്ങൾ പറയേണ്ടത്, നമ്മളെ വരും പാഠങ്ങളിൽ അത് പറയും. അപ്പോൾ റാ എന്നുള്ള അക്ഷരത്തിൻ്റെ യഥാർത്ഥമായിട്ട് റാ ഫതഹ് കൊടുത്ത് വായിക്കുന്ന സമയത്ത് അതിനെ തഫ്ഖീം ചെയ്തിട്ട് തടിപ്പിച്ചിട്ടാണ് ഉച്ചരിക്കേണ്ടത്. എന്നാൽ അതിനെ തർക്കീക്കായി ഉച്ചരിക്കലപ്പോഴാണ് എന്നാൽ നേർപ്പിച്ച് ഉച്ചരിക്കൽ കെസ്റ് വരുമ്പോൾ റി ആ രൂപത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? അതിനെ ഉച്ചരിക്കേണ്ടത്. അപ്പോൾ ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളെ നേർപ്പിച്ച് ഉച്ചരിക്കണം. ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങൾ എങ്ങനെ ഉച്ചരിക്കണം? വായ നിറയെ ശബ്ദമുണ്ടാക്കും വിധം തഫ്ഖീം ചെയ്ത് തടിപ്പിച്ചിട്ട് എന്ത് ചെയ്യണം? ഉച്ചരിക്കുക എന്നുള്ളതാണ്. ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മുരട് അണ്ണാക്കിലേക്ക് ഉയരണം. ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മുരട് അണ്ണാക്കിൽ നിന്ന് താഴ്ന്നിരിക്കണം. അങ്ങനെയാണ് നാവിൻ്റെ മുരട് അണ്ണാക്കിലേക്ക് ഉയരാൻ പാടില്ല. ഇനി അടുത്ത് നമുക്ക് മൂന്നാമത്തെ പറയാനുള്ളത് ഇത്ബാഖാണ്. ഇത്ബാഖ് ഖുസ്സ, ലഗ്തിൻ, ഖിൽ എന്ന ഇസ്തിഅലാഇൻ്റെ 7 അക്ഷരങ്ങളിൽ സ്വാദ്, ലോദ്, ത്വാ, ലാ എന്നീ 4 അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യവും കൂടി അണ്ണാക്കിലേക്ക് ഉയർത്തി കൂടുതൽ തഫ്ഖീം ചെയ്യണം. അതായത് ഇസ്തിഅലാഇൻ്റെ അവിടെ പറഞ്ഞതുപോലെ തന്നെ ഇസ്തിഅലാഇൻ്റെ അവിടെ പറഞ്ഞു നാവിൻ്റെ മുരട് അണ്ണാക്കിലേക്ക് ഉയരാന്നാണ് പറഞ്ഞത്. ഇവിടെ ഇത്ബാഖിൻ്റെ അവിടെ എത്തിയപ്പോൾ ഇത്ബാഖിൻ്റെ അക്ഷരങ്ങൾ 4 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം കൂടെ എന്ത് ചെയ്യണം? അണ്ണാക്കിലേക്ക് ഉയരണം. എന്നിട്ട് എന്ത് ചെയ്യണം? കൂടുതൽ തഫ്ഖീം ചെയ്തുകൊണ്ട് കൂടുതൽ കനപ്പിച്ചുകൊണ്ടാണ് ആ അക്ഷരത്തെ എന്ത് ചെയ്യേണ്ടത്? ഉച്ചരിക്കേണ്ടത്. ഉദാഹരണത്തിന് സോ, ലോ,
തോ ലോ എന്നൊക്കെ പറയുന്ന രൂപത്തിൽ ശബ്ദം വായ നിറയെ ശബ്ദമുണ്ടാകും വിധം തടിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, ഉച്ചരിക്കണം. അതിനാണ് ഇത്ബാഖ് എന്ന് പറയുന്നത്. ഇത്ബാഖിൻ്റെ അക്ഷരങ്ങളാകെ 4 മാത്രമേ ഉള്ളൂ. ഇസ്തിഫാലിൻ്റെത് 22 അക്ഷരങ്ങളുണ്ട്. പിന്നെ ഇസ്തിഅലാഇൻ്റെത് 7 അക്ഷരങ്ങളും. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് ഇൻഫിതാഹ്. നാലാമത്തെ ഇൻഫിതാഹ്. ഇത്ബാഖിൻ്റെ ഹർഫുകൾ അല്ലാത്ത, ഇത്ബാഖിൻ്റെ ഹർഫ് പറഞ്ഞാൽ ഈ 4 ഹർഫുകൾ, ആ ഹർഫുകളല്ലാത്ത 25 ഹർഫുകൾ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മദ്യം അണ്ണാക്കിൽ നിന്ന് അകന്നിരിക്കണം. ഇത്ബാഖിൻ്റെ ഹർഫുകളല്ലാത്ത 25 ഹർഫുകൾ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മദ്യം എന്ത് ചെയ്യണം, അണ്ണാക്കിൽ നിന്ന് അകന്നിരിക്കണം. അപ്പോൾ നാവിൻ്റെ മദ്യമാണ് കേട്ടോ, നാവിൻ്റെ മുരടല്ല. നാവിൻ്റെ മുരട് ഉയരണം ഇസ്തിഅലാഇൻ്റെ അക്ഷരം ഉച്ചരിക്കുന്ന സമയത്ത്. പിന്നെ ഇസ്തിഅലാഇൻ്റെ അവിടെ നാവിൻ്റെ മുരട് ഉയരുന്നതോടുകൂടെ ആ അക്ഷരം തന്നെയാണ് ഇത്ബാഖിൻ്റെ അക്ഷരങ്ങളും. അവിടെ എന്ത് ചെയ്യണം, നാവിൻ്റെ മദ്യം കൂടി ഉയരണം എന്നാണ് പറഞ്ഞത്. എന്നാൽ ബാക്കിയുള്ള 25 അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ അതിൽ ഇസ്തിഅലാഇൻ്റെ അക്ഷരം ഉണ്ടാകും. ആ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മദ്യം എന്ത് ചെയ്യാൻ പാടില്ല, അണ്ണാക്കിലേക്ക് ഉയരാൻ പാടില്ല. നാവിൻ്റെ മുരട് ഉയരുന്ന അക്ഷരങ്ങളുണ്ടാകും, അത് ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങളായിരിക്കും. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പോൾ ഇൻഫിതാഹിൻ്റെ അക്ഷരങ്ങൾ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻഫിതാഹിൻ്റെ 25 അക്ഷരങ്ങൾ. ഈ 25 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മദ്യം ഒരിക്കലും അണ്ണാക്കിലേക്ക് ഉയരാൻ പാടില്ല. അണ്ണാക്കിൽ നിന്ന് എന്ത് ചെയ്തോളണം, അകന്നിരിക്കണം. ഇനി അടുത്തത് 5-മത്തെ പറയുന്നത് കൽക്കലത്താണ്. എന്താ കൽക്കലത്ത്? കുത്തുബ് ജദ്. ഇതാണ് കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ. കുത്തുബ് ജദ് എന്നതിലെ 5 അക്ഷരങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട പ്രത്യേക വിശേഷണമാണ് കൽക്കലത്ത്. മറ്റുള്ള അക്ഷരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഉച്ചാരണ സമയത്തുണ്ടാവേണ്ട മുഴക്കത്തോടെയുള്ള ശബ്ദമാണ് ഇത്. അപ്പോൾ ഈ അക്ഷരങ്ങൾ ഖുതുബ് ജദ്, ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് മുഴക്കത്തോടു കൂടെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഉച്ചരിക്കണം. അതാണ് മറ്റു അക്ഷരങ്ങളിൽ ഇതിനുള്ള പ്രത്യേകത എന്നാണ് പറഞ്ഞത്. ഇവയ്ക്ക് സുക്കൂനാവുമ്പോൾ കൽക്കലത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ നമ്മൾ പറഞ്ഞു, ഖാഫാണ്, ത്വാ ആണ്, ബാ ആണ്, ജീമാണ്, ദാലാണ്. അപ്പോൾ ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് നല്ല ശബ്ദം മുഴക്കത്തോടു കൂടെ ആയിരിക്കണം ഈ അക്ഷരങ്ങൾ. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഫലഖ് അക്ക് എന്നുണ്ടെങ്കിൽ കേൾക്കണം, ആ മുഴക്കം അങ്ങോട്ട് കേൾക്കണം. അല്ല ഫലഖ് എന്ന് പറഞ്ഞ് നിർത്തലല്ല. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് അങ്ങനെ തന്നെ ബായിൽ നിർത്തുന്ന സമയത്ത് വതബ്, ആ മുഴക്കത്തോടുള്ള ശബ്ദം എന്ത് ചെയ്യണം, കേൾക്കണം. പിന്നെ അപ്പോൾ ബാഇൻ്റെ നമ്മൾ പറഞ്ഞത് വതബ് എന്ന്, വതബ് അങ്ങനെ നിർത്താൻ പാടില്ല, വതബ്. ഇനി ഖുൽ ഹുവല്ലാഹു അഹദ് അങ്ങനെ തന്നെ കേൾക്കണം. അല്ലാതെ എങ്ങനെ ആകരുത്, ഖുൽ ഹുവല്ലാഹു അഹദ് അങ്ങനെ നിർത്താൻ പാടില്ല. ദാലിൽ സുക്കൂൻ ചെയ്തിട്ട് ആ കൽക്കലത്തിൻ്റെ ഒച്ച മുഴക്കത്തോടു കൂടെയുള്ള ശബ്ദം എന്ത് ചെയ്യണം, ഇങ്ങോട്ട് കേൾക്കുക തന്നെ വേണം. ആ രൂപത്തിലാണ് ഈ ഖുതുബ് ജദ് എന്ന് പറയുന്ന അക്ഷരങ്ങൾ പ്രത്യേകം ഉച്ചരിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ 1-മത്തെ നുബയ്യന് വ്യക്തമാക്കാനാണ്. ഇസ്തിഅല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വ്യക്തമാക്കാനാണ്. ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങളാകുന്ന ഖാ, സ്വാദ്, ലോദ്, ഗൈന്, ത്വാ, ഖാഫ്, ലാ എന്നീ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മുരട് അണ്ണാക്കിലേക്ക് ഉയർത്തി വായ നിറയെ ശബ്ദമുണ്ടാക്കും വിധം തഫ്ഖീം ആയി ഉച്ചരിക്കണം. അപ്പോൾ ഇസ്തിഅല എന്ന് പറഞ്ഞാൽ ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മുരട് അണ്ണാക്കിലേക്ക് ഉയർത്തി വായ നിറയെ ശബ്ദമുണ്ടാക്കും വിധം തഫ്ഖീം ആയി ഉച്ചരിക്കണം. അതിനാണ് എന്തെന്ന് അറിയുക, ഇസ്തിഅല എന്ന് പറയുന്നത്. ഇനി 2-മത്തെ ഇസ്തിഫാലാണ്. ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 22 അക്ഷരങ്ങളുണ്ട്. ഈ 22 അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ, അതായത് ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മുരട് അണ്ണാക്കിലേക്ക് ഉയരാതെ തെർക്കീക്കായാണ് ഉച്ചരിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ നേർപ്പിച്ച് ഉച്ചരിക്കണം. ഈ 22 അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മുരട് അണ്ണാക്കിലേക്ക് ഉയരാതെ തെർക്കീക്കായാണ് ഉച്ചരിക്കേണ്ടത്, നേർപ്പിച്ചാണ് ഉച്ചരിക്കേണ്ടത്. ഇനി 3-മത്തെ ഇത്ബാഖ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വ്യക്തമാക്കാനാണ്. ഇസ്തിഅലാഇൻ്റെ 7 അക്ഷരങ്ങളിൽ സ്വാദ്, ലോദ്, ത്വാ, ലാ എന്നീ 4 അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യവും കൂടി അണ്ണാക്കിലേക്ക് ഉയർത്തി തഫ്ഖീം ചെയ്യണം. നാവിൻ്റെ മധ്യവും കൂടി അണ്ണാക്കിലേക്ക് ഉയർത്തിയിട്ട് എന്ത് ചെയ്യണം, തഫ്ഖീം ചെയ്ത്, കൂടുതൽ തഫ്ഖീം ചെയ്ത് കണ്ട് എന്ത് ചെയ്യണം, ഓതണം, ഉച്ചരിക്കണം. അതിനാണ് എന്താ പറയുക, ഇത്ബാഖ് എന്ന് പറയുന്നത്. 4 അക്ഷരങ്ങളെ ഇത്ബാഖിനുള്ളൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ 4 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത്, ഇസ്തിഅലായിൽ നിന്നുള്ള ആ 4 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മുരട് ഏതായാലും ഉയരും. അതോടുകൂടി ഈ 4 അക്ഷരം ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം എന്ത് ചെയ്യണം, ഉയരണം.
ഇനി നാലാമത്തെ ഇൻഫിത്താഹാണ്. ഇത്തുബാക്കിൻ്റെ ഹർഫുകൾ അല്ലാത്ത 25 ഹർഫുകൾ, ഇത്തുബാക്കിൻ്റെ 4 ഹർഫുകൾ പറഞ്ഞു, അതല്ലാത്ത 25 ഹർഫുകൾ. ആ ഹർഫുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹർഫുകൾ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യം അണ്ണാക്കിൽ നിന്ന് അകന്നിരിക്കണം. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിൽ നിന്ന് അകന്നിരിക്കണം. അതാണ് ഇൻഫിത്താഹ്. ഇനി അടുത്തത് കൽക്കലത്താണ്. എന്താ കൽക്കലത്ത് പറഞ്ഞാൽ ഖുത്തുബ് ജദി എന്നീ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോഴുണ്ടാകുന്ന മുഴക്കത്തോടെയുള്ള ശബ്ദമാണ്. മുഴക്കത്തോടെയുള്ള ശബ്ദമാണ് കൽക്കലത്ത്. അതിനാണ് കൽക്കലത്ത് എന്ന് പറയുന്നത്. മുഴക്കത്തോടെയുള്ള ശബ്ദത്തിനാണ് കൽക്കലത്ത് എന്ന് പറയുന്നത്. ഇനി നൊജീബ് ഉത്തരം എഴുതാനാണ് രണ്ടാമത്തത്. അതിൽ ഒന്ന് ഇസ്തിഅലാഇൻ്റെ ഹർഫുകൾ ഏതെല്ലാം? ആൻസർ ഖാ, സ്വാദ്, ലാദ്, ഖൈന്, ത്വാ, ഖാഫ്, ലാ. 2 ഇസ്തിഅലാഉം ഇത്തുബാക്കും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മുരട് അണ്ണാക്കിലേക്ക് ഉയർത്തി വായ നിറയെ ശബ്ദമുണ്ടാക്കും വിധം തഫ്ഖീമായി ഉച്ചരിക്കണം. ഇത്തുബാക്കിൻ്റെതാകുമ്പോഴോ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മദ്യം കൂടി അണ്ണാക്കിലേക്ക് ഉയർത്തി കൂടുതൽ തഫ്ഖീം ചെയ്യണം. അപ്പോൾ ഇസ്തിഅലാ ആകുന്ന സമയത്ത് നാവിൻ്റെ മുരട് അണ്ണാക്കിലേക്ക് ഉയർത്തി കൂടുതൽ വായ നിറയെ ശബ്ദമുണ്ടാക്കി കൂടുതൽ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കണം. ഇത്തുബാക്ക് ആകുമ്പോൾ നാവിൻ്റെ മദ്യവും കൂടി അണ്ണാക്കിലേക്ക് ഉയർത്തി കൂടുതൽ തഫ്ഖീം ചെയ്ത് ഓതണം. അതാണ് ഉച്ചരിക്കണം. അതാണ് തമ്മിലുള്ള വ്യത്യാസം. ഇനി മൂന്നാമത് ഇസ്തിഫാലിൻ്റെ ഹർഫുകളിൽ 4 എണ്ണം എഴുതുക. അപ്പോൾ ഇസ്തിഫാലിൻ്റെ എല്ലാ അക്ഷരങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ 4 എണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് കൽക്കലത്തിൻ്റെ ഹർഫുകൾക്ക് സുക്കൂൻ വരുന്ന ഭാഗങ്ങൾ കണ്ടെത്തി എഴുതുക. അപ്പോൾ മിനൽ അജ്ദാത്തി, മിനൽ അജ് ഉണ്ടാ ജീമ്, ആ മുഴക്കത്തോടെ ശബ്ദം കണ്ട് വരണം. ഇനി അടുത്ത് ലാ തഖ്നതു, ലാ തഖ് ഖാഫിന് സുക്കൂന്. ഓക്കെ, കൽക്കലത്തിൻ്റെ അക്ഷരമാണ് ഖുത്തുബ് ജദ്, അതിൻ്റെ അക്ഷരങ്ങളാണല്ലോ കൽക്കലത്തിൻ്റെ അക്ഷരമാണ്. അടുത്ത് ഖബ്ലഹും, ഖബ് ബാഇന് സുക്കൂനായിട്ട് വന്നു. അടുത്ത് ലം യലിദ് ദാലിന് സുക്കൂനായിട്ട് വന്നു. അടുത്ത് അത്വഅമഹും ത്വാഇന് സുക്കൂൻ ചെയ്ത്. അപ്പോൾ കൽക്കലത്തിൻ്റെ അക്ഷരങ്ങളെ എങ്ങനെയാണെങ്കിലും കൽക്കലത്തിൻ്റെ അക്ഷരങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ മുഴക്കത്തോടെ കൂടെയാണ് ഉച്ചരിക്കേണ്ടത്. എന്നാൽ സുക്കൂന് വരുന്ന സമയത്ത് പ്രത്യേകിച്ച് കൽക്കലത്ത് ചെയ്യണം. നല്ല മുഴക്കത്തോടു കൂടെ ആയിരിക്കണം ഉച്ചരിക്കേണ്ടത്. ഇനി അഞ്ചാമത്തെ ഇത്ബാക്കിൻ്റെ ഹർഫുള്ള ഒരു പദം എഴുതുക. ഇത്ബാക്കിൻ്റെ ഹർഫുകളുള്ള ഒരു പദം. അപ്പോൾ ഇത്ബാക്കിൻ്റെ 4 ഹർഫുകളാണ് പറഞ്ഞത്. സ്വാദ്, ലോദ്, ത്വാ, ലോ. അപ്പോൾ അതിന് 4 പദങ്ങൾ എഴുതാം. വലാ യഹുല്ലു ഫസ്വല്ലി ഫവസത്ന ലഹാഫിളീൻ. അങ്ങനെ 4 വേറെയും ഉദാഹരണങ്ങൾ അവിടെ ചേർക്കാവുന്നതാണ്. ഇനി നെസിൽ ചേരുമ്പടി ചേർക്കാനാണ്. ഓരോന്നിൻ്റെയും അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്, മഖ്റജ് സിഫത്തുകളും കൊടുത്തിട്ടുണ്ട്. ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങൾ ഏതാ? ആൻസർ സി ആണ്. ഖുസ്സ ലഗ്തിൻ ഖിദ്. അടുത്ത ഷിദ്ദത്ത്, നമ്മളെ സിഫാത്തുൽ ഹുറൂഫ് 1-ാം പാഠത്തിൽ പറഞ്ഞു ഷിദ്ദത്ത്, അതിൻ്റെ ഹർഫുകൾ ഏതാ? ആൻസർ ഇ ആണ്. അജിദ്, കത്തിം, ബക്കത്ത് എന്നുള്ള ആ അക്ഷരങ്ങൾ. അടുത്ത ഹംസിൻ്റെ അക്ഷരങ്ങൾ ആൻസർ ബി ആണ്. ഫഹസ്തുഹു ഷഖ്സുൻ സക്കത്ത്, അതാണ് അതിൻ്റെ അക്ഷരങ്ങൾ. പിന്നെ ഇത്തുബാക്കാണ്. ഇത്തുബാക്കിൻ്റെ എ ആണ്. സ്വാദ്, ലോദ്, ത്വാ, ലോ അക്ഷരങ്ങൾ. കൽക്കലത്ത് ആൻസർ ഡി ആണ്. ഖുത്തുബ് ജദ്. ഇങ്ങനെ ചേരുമ്പടി ചേർക്കുക. ഇനി അടുത്തത് തഖ്സീസ് 4-ാമത്തെ നഖ്റ സൂറത്തുർ റഅദ് മഅ മുറാത്ത് സിഫാത്തുൽ ഹുറൂഫ് ഹർഫുകളുടെ സിഫത്തുകൾ ശ്രദ്ധിച്ചുകൊണ്ട് സൂറത്തുർ റഅദ് പാരായണം ചെയ്യാനാണ്. 2-ാമത്തേതിൽ ഹിഫ്ളാക്കാനുള്ള സൂറത്തുൽ യാസീനിലെ 19-ാമത്തെ ആയത്ത് മുതൽ 22-ാമത്തെ ആയത്ത് വരെ ഹിഫ്ളാക്കുക. അതിൽ 2-ാമത്തേത് റാത്തീബുൽ ഹദ്ദാദ് റാത്തീബിലെ ആമന റസൂൽ അൽ ബഖറ സൂറത്തിൻ്റെ അവസാന ഭാഗമാണ്. നമ്മുടെ തജ്വീദുൽ ഖുർആനിൽ അവസാന ഭാഗത്തതുണ്ട്. ആ ഭാഗം ചെയ്യുക, കൃത്യമായിട്ട് കാണാതെ പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമ് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ഖുർആൻ അതിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് പാരായണം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.